നമ്മുടെ ചില തമിഴ് സിനിമകളെ പോലും വെല്ലുന്ന തരത്തിലുള്ള ചില ട്വിസ്റ്റാണ് നമ്മുടെ അയൽപക്ക സംസ്ഥാനമായ തമിഴ്നാട്ടിലുണ്ടാകുന്നത്. സിനിമാ സംസ്കാരമാണ് അവരുടെ എന്നുള്ളത് ഇപ്പം തെളിവ്. അപ്പോൾ ആദ്യകാല ദിവസങ്ങളിൽ ഈ ഏറ്റവും കൂടുതൽ സീറ്റ് നേടി വിജയ് മുന്നേക്ക് വരുമ്പോൾ പറഞ്ഞിരുന്നു ഈ ദ്രാവിഡ സംസ്കാരവുമായി അടുത്ത മറ്റ് ആൾക്കാർ പല പല പ്രസ്താവന ഉണ്ടാകും. ആ ഒരു സംസ്കാരവുമായി ചേർന്ന് നിൽക്കാത്ത ഒരു കക്ഷിയാണ് തള്ളി പറഞ്ഞ ആളും കൂടി എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളപ്പുറത്ത് ഇന്ത്യൻ സംസ്കാരത്തെ തള്ളി പറയുന്ന ഒരാൾ ഇറങ്ങിപ്പോകുന്നു, അതൊക്കെ പോട്ടെ. അപ്പോൾ ഈ വിജയ് വരുമ്പോൾ വളരെ രസകരമായ ട്വിസ്റ്റുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാകുന്നത്. ഏതാണ്ട് അതിൻ്റെ ട്വിസ്റ്റിൻ്റെ അവസാനത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ സ്ഥിതി? ഈ വിജയ് ജോസഫ് എന്ന് ഉള്ള പൊതുവെ വിജയ് എന്നറിയപ്പെടുന്ന സിനിമാ നടൻ തമിഴ്നാട്ടിലൊരു വികാരമാണ്. അത് നമ്മൾ ആ സത്യം നമുക്ക് മറച്ചു അറിഞ്ഞില്ല. വിജയ് ജോസഫ് ആണെന്ന് അറിയില്ല. ജോസഫ് അല്ല, തെരഞ്ഞെടുപ്പിന് പുള്ളി പറഞ്ഞത് പ്രഖ്യാപിച്ചു, വിജയനെ പ്രഖ്യാപിച്ചു. എൻ്റെ പേര് വിജയ് ജോസഫ് ആണെന്ന് പുള്ളി പ്രഖ്യാപിച്ചു. ആ തെരഞ്ഞെടുപ്പിലാണ് പ്രഖ്യാപിച്ചത്, അതിന് മുമ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു വികാരമാണ്, നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഞാൻ തമിഴ്നാട് രാഷ്ട്രീയം വളരെ ഈ രസകരമായിട്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റോടെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അത് പണ്ട് മുതലേ അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ വിജയുടെ ഇപ്പോഴത്തെ ഒരു വിജയത്തെ ഞാൻ കാണുന്നത് 1977 MG രാമേന്ദ്രൻ MGRൻ്റെ വിജയം ആണ് ഞാൻ കാണുന്നത്. കാരണം കരുണാനിധിയുടെ കൂടെ അന്ന് DMK, ആ DMKയിൽ ട്രഷററായി പ്രവർത്തിച്ചിരുന്ന MGR, അതോടൊപ്പം തന്നെ അദ്ദേഹം അറിയാമല്ലോ, സാറിന് അറിയാമല്ലോ, അത് ഭയങ്കര ചാരിറ്റബിൾ വർക്ക് ചെയ്യുന്നൊരു തമിഴ്നാട്ടിൽ എമ്പാട് നടത്തിയൊരു മനുഷ്യൻ കൂടിയാണ് MGR. പാവപ്പെട്ടവരോട് ഇത്രയും അമിതമായൊരു സ്നേഹവും കരുതലും കാണിച്ച ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു സിനിമാ താരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നത്. അതുതന്നെയാണ് ഇപ്പോഴും MGRനെ കുറിച്ച് പറയുമ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ മനസ്സിലുള്ളത്. അപ്പോൾ 1977 ഇദ്ദേഹത്തെ DMK എന്ന് പുറത്താക്കുകയാണ്. അതിൻ്റെ കാരണം തന്നെ വളരെ രസകരമാണ്. കാരണം കരുണാനിധിയും ഇദ്ദേഹമായിട്ട് ഒരു പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്ത് ജനങ്ങളെല്ലാം നേരെ MGRൻ്റെ അടുത്ത് പോകുന്നു. അദ്ദേഹത്തിൻ്റെ ഒപ്പ് വാങ്ങാനും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുക്കാനും ഒക്കെ ആൾ തള്ളിയപ്പോൾ അതിൽ ഒരു അസൂയ പൂണ്ടിട്ടാണ് കരുണാനിധി ഇല്ലാത്ത കാരണം പറഞ്ഞ് ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താകുന്നത്. അതിൽ വേദനിച്ചിട്ടാണ് അദ്ദേഹം ADMK, ഇന്നത്തെ പേരല്ല ADMK എന്നുള്ള പേരിൽ അദ്ദേഹം പാർട്ടി ഉണ്ടാക്കി 77 തെരഞ്ഞെടുപ്പ് മത്സരിക്കുകയും ഇപ്പോൾ വിജയിക്ക് കിട്ടിയതിനേക്കാളും ഭീകരമായ ഭൂരിപക്ഷത്തിൽ എന്ന് വെച്ചാൽ മെജോറിറ്റിയിൽ അദ്ദേഹം ജയിച്ചു. അന്ന് DMKക്ക് ആകെ കിട്ടിയ 21 സീറ്റാണ്. അപ്പോൾ അതിനുശേഷം ഒരു MGR ഉദയം കൊണ്ടിട്ടില്ല തമിഴ്നാട് രാഷ്ട്രീയത്തിൽ. ഇപ്പോൾ 26 വരുമ്പോൾ ഏതാണ്ട് നമുക്കൊരു MGRൻ്റെ തലത്തിലുള്ള ഒരു പദവി വിജയ്ക്ക് കൊടുക്കാൻ കഴിയും എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അപ്പോൾ ഇതിനകത്ത് ആദ്യ ദിവസങ്ങളിൽ ഗവർണർ അദ്ദേഹത്തെ നിഷ്കരണം പറഞ്ഞു വിട്ട് കളഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. എല്ലാവരും പറയുന്നുണ്ട്, കാണിച്ചത് മോശമായിപ്പോയി. പക്ഷേ അങ്ങനെയല്ല. ഗവർണർക്ക് മുന്നിൽ അദ്ദേഹം ഇന്നലെ ഒരു ദേശീയ മാധ്യമത്തിന് കൊടുത്ത ഒരു ചെറിയൊരു അഭിമുഖത്തിൽ വളരെ കൃത്യമായി തന്നെ അദ്ദേഹം കാര്യം പറയുന്നത്, ഒരു കോalition സർക്കാരാണെങ്കിൽ എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്താണെന്ന് സംഭവിച്ചത്, എന്താണ് ഇതിൻ്റെ ശരി തെറ്റുകൾ? അതായത് തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ഇപ്പോഴത്തെ ഒരു ഫ്രാക്ചേർഡ് വേർഡിക്റ്റാണ്. ആർക്കും കൃത്യമായ ഭൂരിപക്ഷമില്ല. ADMK BJP ആയിട്ട് ചേർന്നിട്ട് സഖ്യം ഉണ്ടാക്കി അവർ മത്സരിച്ചു. അപ്പുറത്ത് DMKക്ക് നേരത്തെ ഉള്ളവരുടെ സഖ്യം, കോൺഗ്രസിൻ്റെ സഖ്യമായിട്ട് അവർ മത്സരിച്ചു. TVK ആരുമായിട്ടും സഹകരിക്കാതെ അവരൊറ്റയും മത്സരിച്ചു. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിരഞ്ഞെടുപ്പിന് മുമ്പ് വിജയ് കോൺഗ്രസിനെ സമീപിച്ചിരുന്നു. അതായത് ഒരു കോയലേഷന് വേണ്ടി നമുക്ക് ശ്രമിക്കാം. പക്ഷേ അന്ന് നിഷ്കരണം തള്ളിക്കളഞ്ഞു ഈ കോൺഗ്രസ് പാർട്ടി. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ 107 സീറ്റ് മാത്രമേ TVKക്ക് കിട്ടിയുള്ളൂ. അവിടെ കേവല ഭൂരിപക്ഷത്തിന് സർക്കാരിൻ്റെ നോക്കണമെങ്കിൽ 112 സീറ്റ് വേണം. അപ്പോൾ ഈ 118 സീറ്റ് ഇദ്ദേഹത്തിനൊക്കെ പക്കലില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യേണ്ടി വരും? ഗവർണർക്ക് ഏറ്റവും വലിയ സീറ്റുകൾ, ഏറ്റവും കൂടുതൽ സീറ്റുള്ള പാർട്ടിയെ ക്ഷണിക്കേണ്ടി വരും. വിജയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് അത് രാഷ്ട്രീയമായ ഈ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസക്കുറവിൻ്റെ ഒരു പ്രശ്നമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹത്തെ വിളിച്ചില്ല എന്നൊക്കെ പറയുന്നല്ലോ. ഭരണഘടനാപരമായി ഗവർണർ ചെയ്താണ് 100% ശരി. വിജയ്ക്ക് പറ്റിയ തെറ്റെന്ന് പറയുന്നത്, എൻ്റെ പാർട്ടിയാണ് ഏറ്റവും വലിയ പാർട്ടി, അതുകൊണ്ട് എന്നെ ഗവൺമെൻറ് ഫോർമേഷൻ ക്ഷണിക്കണം എന്നായിരുന്നു അദ്ദേഹം ആവശ്യപ്പെടേണ്ടിയിരുന്നത്. അതിന് പകരം ഇദ്ദേഹം കോൺഗ്രസിൻ്റെ 5 MLA കത്തും കൂടിയായിട്ട് പോയി കോalition. അതെ, അപ്പോൾ 6 കുറവ് വീണ്ടും ഉണ്ട്. സ്വാഭാവികമായിട്ടും അദ്ദേഹം എന്ത് ചോദിക്കും? ബാക്കിയുള്ള 6 പേരുടെ സമ്മതപത്രം അദ്ദേഹം ആവശ്യപ്പെടും. കാരണം ഭരണഘടന 164 വകുപ്പ് പറയുന്നത് അതാണ്. നിങ്ങളൊരു കോalition സർക്കാരാണ് നിങ്ങൾ ക്ലെയിം ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ ലിസ്റ്റും പേരും അവരുടെ അംഗീകാരപത്രവും കൊടുക്കേണ്ടി വരും. ഇല്ല എങ്കിൽ കുതിര കച്ചവടം നടക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഗവർണർ കഴിഞ്ഞ ദിവസം ഒരു നാഷണൽ മീഡിയയ്ക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. പക്ഷേ ഇവിടെ പറ്റിയെന്താണെന്ന് വെച്ചാൽ ഇത് TVK വാൺ ചെയ്തിരുന്നു. സെങ്കോട്ടയ്യൻ എന്ന് പറഞ്ഞ MLA ഇദ്ദേഹത്തെ വാൺ ചെയ്തിരുന്നു.
ഒരിക്കലും കോയലേഷൻ്റെ ഇതുകൊണ്ട് പോകരുത്, മറിച്ച് സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ സമീപിക്കണമെന്ന് പറഞ്ഞപ്പോൾ കേട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഈ TVKയിലൊരു താരതമ്യേന വളരെ ജൂനിയറായ ഒരു നേതാവ് ഇദ്ദേഹത്തെ ഉദ്ദേശിച്ച് നേരെ തിരിച്ചായിരുന്നു. നമുക്ക് ഈ കോയലേഷനുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ അത് എന്ത് ചെയ്തു, ആകെ വെള്ളത്തിലാവുകയും ചെയ്തു. അതിനുശേഷം പലരെ സമീപിച്ചു. അവിടെ 2 സീറ്റ് CPM ജയിച്ചിട്ടുണ്ട്, 2 CPI, 2 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, BCKയ്ക്ക് 3 സീറ്റ്, PMKയ്ക്ക് 4 സീറ്റ്, ഇങ്ങനെയൊക്കെയാണ് മറ്റുള്ളവർക്കുള്ളത്. അപ്പോൾ BJP ഉള്ളതുകൊണ്ട് AIDMK ആർക്ക് വേണ്ട, TVKയ്ക്ക് വേണ്ട. മാത്രമല്ല, അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദ്രാവിഡ പാർട്ടികളെ അകറ്റി നിർത്തുക എന്നുള്ളതാണ് വിജയുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുമായി ഒരു അലയൻസുള്ള സാധ്യത വളരെ വിരളമായിരുന്നു. ഈ സാഹചര്യത്തിൽ ഗവർണർ നിശ്ചയിച്ചപ്പോഴാണ് AIDMKയും DMK തമ്മിൽ യോജിച്ച് സർക്കാർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അവരാലോചിച്ച് തുടങ്ങിയത്. അതെ. അപ്പോൾ അവിടെ എന്തുകൊണ്ട് പ്രശ്നമുണ്ട്, പിന്നെ BJP ഒഴിവാക്കേണ്ടി വരും, BJPയെ വിട്ടിട്ട് അവരോടൊപ്പം ചേരേണ്ടി വരും. പിന്നെ PMK, ഈ CPM, CPI എല്ലാവരും ചേർന്നുള്ളൊരു ചർച്ച അവിടെ നടക്കവെയാണ് ഇന്ന് ഇടതുപക്ഷ പാർട്ടികൾ അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത്. 4:30 മണിക്ക് അവർ കത്ത് കൈമാറി. 6 മണിക്ക് ഇന്ന് മിക്കവാറും കണ്ടിട്ടുണ്ടാവും. ഈ സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് ഗവർണറെ കണ്ട്. ആരൊക്കെയാണ് പിന്തുണ പ്രഖ്യാപിച്ചത്? എന്തോ ആരൊക്കെയാണ്? CPI, CPM, മുസ്ലിം ലീഗ്, BCK, PMK. ഏറ്റവും രസകര സാധനം, തൊട്ടിപ്പുറത്ത് ലീഗിനെതിരെയാണ് CPM മത്സരിക്കുന്നത്. ഇതാണ് രാഷ്ട്രീയത്തിൻ്റെ ഈ പറഞ്ഞ തമാശ എന്ന് പറയുന്നത് അതാണ്. ഇവിടെ CPM, CPIയും ലീഗിനെതിരാണ്, തൊട്ടപ്പുറത്ത് അതിനെ നിൽക്കുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ എത്രയോ 20 വർഷമായിട്ട് DMKയുടെ പാർട്ണറായിരുന്ന കോൺഗ്രസിന് നിഷ്കരണം തള്ളിക്കൊണ്ടാണ് കോൺഗ്രസ് TVKയോടൊപ്പം പോയത്. അതിൻ്റെ പേരിൽ ഇപ്പം വലിയ അടിപൊളി ബഹളങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കോയലേഷൻ സംവിധാനം തമിഴ്നാട്ടിലാകെ മറിയുകയാണ്. ഇനി ഈ പറഞ്ഞ ആളുകളെ വെച്ചുകൊണ്ട് ഇപ്പം 119 സീറ്റിൻ്റെ പിന്നെ ഏതാണ്ട് ആളുകളെ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട് TVK. അത് എത്ര നാളാ സർക്കാർ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ വലിയ ചോദിച്ചത്. അതായത് ഈ പിന്നെ ഇര കിട്ടാതെ കിടക്കുന്ന പഴയ കിടില മൃഗങ്ങളുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഇപ്പോൾ കൂട്ടിയിരിക്കുന്നത്. ഇര കിട്ടിയിട്ടില്ല, ആരെ വിഴുങ്ങണമെന്ന് മാർഗമില്ലാതിരിക്കുന്ന സമയത്താണ് ഇവർ വിജയ് ഇനി വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ എന്താണ് CPM, എന്താണ് CPI, പിന്നെ ബാക്കിയുള്ളവരെല്ലാം. അപ്പോൾ ഇത് ഇനി മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. വിജയ് അധികാരത്തിലേക്ക് വരുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ടുള്ളൊരു പരിചയം കുറവാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ചില പരിചയം തീരെയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ഈ കോalition സർക്കാർ അതുകൊണ്ട് കയറിപ്പോയത്. ഇനി വരുന്ന ആളുകളിലും അദ്ദേഹത്തിൻ്റെ ഈ ഉപദേശക വൃന്ദമുണ്ടല്ലോ, അപ്പോൾ അവിടത്തേക്ക് വേണ്ടി ഒരു തള്ളുണ്ടാവും. ഇദ്ദേഹം അതിൽ നിന്ന് പിക്ക് ചെയ്യുന്നത് ആരെയാണെന്നുള്ളത് തമിഴ്നാട് അനുഭവിക്കേണ്ടി വരും. വിജയുടെ പാർട്ടിയിൽ കൂടുതലുള്ളത് AIDMK, DMK എന്ന് വന്ന ആൾക്കാർ കൂടുതലുള്ളത്. പിന്നെ അദ്ദേഹത്തിനെ ഫാൻസിൽ നിന്ന് അദ്ദേഹം വളർത്തിയെടുത്ത താരതമ്യേന വളരെ ചെറുപ്പക്കാരാണ്. പക്ഷേ അവരെല്ലാം തന്നെ തീരെ വിദ്യാഭ്യാസം കുറഞ്ഞ വെറും സിനിമ പ്രേമം ഉണ്ടാക്കുന്ന ആളുകളാണ്. അവരൊരിക്കലും ഈ ഭരണത്തിൻ്റെ ഈ കൊണ്ടുവരാൻ കഴിയില്ല. ഇപ്പോൾ അദ്ദേഹം നേരിടുന്ന വലിയൊരു പ്രതിസന്ധി അതാണ്. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, മറ്റു പാർട്ടികളിൽ നിന്ന് ചേക്കേറിയവരെ ആശ്രയിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. അവരെന്തൊക്കെ താല്പര്യങ്ങൾ കാട്ടിക്കൂട്ടുമെന്നുള്ളത് വരും ദിവസം കാണേണ്ടതാണ്. മാത്രമല്ല, ദളപതിയായ ഞാൻ മുതലേ മേച്ചറായിട്ട് മാറുന്ന സമയത്ത് അത് തമിഴ്നാട്ടുകാരുടെ സ്വപ്നമാണെന്നാണ് വിജയ് പറയുന്നത്. അപ്പോൾ ഒരു മുതല മേച്ചറായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് അത്ര എന്താണ് ഈസി ആയിട്ടുള്ളൊരു കാര്യം. പ്രത്യേകം തമിഴ്നാട് പോലുള്ള സംസ്ഥാനം അത്ര എളുപ്പമല്ല എന്ന് അദ്ദേഹം വരും ദിവസങ്ങളിൽ അദ്ദേഹം മനസ്സിലാക്കും. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, DMK, AIDMKയും ഇപ്പുറത്ത് പ്രതിപക്ഷമായിട്ട് നിൽക്കുകയാണ്. ആടി ഒലഞ്ഞു നിൽക്കുന്ന ഒരു സർക്കാർ. രണ്ടുപേരും ഒരുപേരുടെയൊക്കെ പിന്തുണ വെച്ചാണ്. അവർക്ക് ഏത് സമയത്ത് എങ്ങോട്ടൊക്കെ ചായും മറിയും എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയാത്തൊരു സാഹചര്യം. ഇത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷം ഉണ്ടാകുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി അങ്ങ് ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു തമിഴ് സിനിമയുടെ പിന്നെ എന്താണ് ക്ലൈമാക്സ് പോലെ വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും വിജയെ വലിയ പ്രതീക്ഷയോടെയാണ് അവിടുത്തെ ഈ ജനത, പ്രത്യേകിച്ചും ഈ പറഞ്ഞ യുവാക്കളുടെ ഒരു ഹരമാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭരണം എങ്ങനെയായാലും ഇവർക്കൊരു വിഷയം. തമിഴിൻ്റെ ഒരു പ്രത്യേകതയാണ്, അവരിപ്പോൾ നമ്മൾ പറയുന്ന പോലെ ടെക്നിക്കാലിറ്റീസിലൊന്നും അവർ ചിന്തിക്കാറില്ല. അവർക്ക് ഈ പറഞ്ഞാൽ അദ്ദേഹത്തിനോട് സ്നേഹം കൊണ്ട് അവർ വോട്ട് ജയിച്ചു. അങ്ങനെ എങ്ങനെ ഭരിച്ചാലും ഒരിക്കലും എനിക്ക് തോന്നുന്നു വിജയ്ക്കെതിരെ ഒരു ആരോപണം ജനങ്ങളുടെ ഇടയിൽ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതാണ് വിജയുടെ വിജയവും. പക്ഷേ എത്രയും പെട്ടെന്ന് ഈ പരിചയ സമ്പന്നത രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് കുറവാണെങ്കിൽ കൂടിയും അത് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിനെ ആർജിച്ചാൽ, ഒരുപക്ഷെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി പദം അലങ്കരിച്ചിരുന്നവർ പലരും ഒട്ടും മോശക്കാരായ ആൾക്കാരല്ലായിരുന്നു. അപ്പോൾ അത്തരം ആൾക്കാരുടെ പെട്ടെന്നൊരു ഗ്രാസ്പിംഗ് കപ്പാസിറ്റി ഇദ്ദേഹത്തിലുണ്ടോ എങ്കിൽ ഇദ്ദേഹത്തിന് ശോഭിക്കാൻ തിളങ്ങുമെന്ന് തന്നെയാണ് താങ്കളുടെ അങ്ങനെയാണ് ഞാൻ കണക്കൂട്ടുന്നത്.